മഴ തോരും മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മനു വീട്ടിലെത്തിന് കോണിമ്പല്ലിൽ ശബ്ദം കേട്ടിട്ടാണ് കമല ചെന്ന് നോക്കണത്. മോനായിരുന്നു. ഓ നീയായിരുന്നോ? എന്താ അത്ര വലിയ ബാഗൊക്കെ ഒന്ന് ചോദിക്കും. വാഷ് ചെയ്യാനുണ്ട്, കുറച്ചധികം ഉണ്ട്, ഞാൻ ഇങ്ങോട്ട് എടുത്തുവെന്ന് പറയും. ഓ നീ വല്ലതും കഴിച്ചോന്ന് ചോദിക്കും. ആ കഴിച്ചു എന്ന് പറയും. എനിക്കൊരു ചായ എടുത്തോ അമ്മയെന്ന് പറയും. ആ നീ എന്താ കഴിച്ചതെന്ന് ചോദിച്ചു. ഞാനേ ഹോട്ടലിൽ നിന്ന് പാർസൽ വാങ്ങി ഞങ്ങൾ രണ്ടുപേരും കൂടെ വണ്ടിയിലിരുന്ന് കഴിച്ചു. ആരും നോക്കി പ്രീതി എന്ന് പറയും. പ്രീതിനെ കണ്ടോ? പ്രീതി നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു. ഭയങ്കര സന്തോഷം. ആ പിന്നെ എന്താ, അവളെ നീ കാണാറുണ്ടോ? കാണാറൊക്കെ ഉണ്ട്. അവൾ കാരണമല്ലേ എനിക്ക് ഇൻഫോ പാർക്കിൽ ജോലി കിട്ടിയത്. അപ്പോൾ അവളൊക്കെ കാണാണ്ടിരിക്കുമോ? ഞങ്ങൾ രണ്ടുപേരും പരസ്പരം സംസാരിക്കാറുണ്ട്, മിക്ക ദിവസവും കാണാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കമലത്തിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം ചായ എടുക്കാൻ പോകും. ചായ എടുക്കുന്ന നേരത്തേക്ക് അവളെ വിളിച്ചു കഴിഞ്ഞിട്ട് പറയും ഞാനിവിടെ എത്തിയെന്ന് പറയും. അതിനുശേഷം വീണ്ടും വിളിക്കുന്നത് ലീനയുടെ ഫോണിലേക്ക്. ഇനി ഒരുപാട് ബെല്ലടിച്ചപ്പോൾ മുത്തശ്ശിന് ഫോൺ എടുക്കുന്നത്. ഹലോ എന്ന് ചോദിക്കും. ആ മുത്തശ്ശിയാണ് ആ ലീനയുടെ ഫോൺ എടുത്തത്. ആ മനുമോനെ നീയാണോ എന്ന് ചോദിക്കും. ആ പെണ്ണ് ഇവിടെ അപ്പുറത്തെ കണ്ടിട്ടുണ്ട് മോനെ, ഫോണൊന്നും എടുക്കാൻ വരില്ല എന്ന് പറയും. മുത്തശ്ശിക്ക് എങ്ങനെയുണ്ടെന്ന് പറയുമ്പോൾ മോനെ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് നീ ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കും. ആ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയും. അപ്പോഴത്തേനും ചായ ആയിട്ട് വരുന്നുണ്ട് കമലം. ഞാൻ വരാം മുത്തശ്ശി, ഉറപ്പായിട്ടും വരാമെന്ന് പറയും. ലീനതയൊക്കെ വിളിച്ച് കൊടുക്കണോ? ഏയ് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് നീ ആരുടെ ഫോണിലേക്കാണ് വിളിച്ചതെന്ന് ചോദിക്കും. ആ ഞാൻ മുത്തശ്ശിനായിട്ട് സംസാരിക്കണം അമ്മ കേട്ടില്ല. അത് കേട്ടു, അമ്മയ്ക്ക് ഫോണില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതെന്ന്. അത് അലീനയുടെ ഫോണിലേക്ക്. നിനക്ക് നാണമില്ലേടാ? കടപ്പാട്ടൂർ ചെന്നുകഴിഞ്ഞിട്ട് അവിടുത്തെ വേലക്കാരിയുടെ ഫോണിലേക്ക് വിളിക്കാൻ മാത്രം നീ തരം താഴ്ന്നോന്ന് ചോദിക്കും. അവൾ ഇങ്ങോട്ട് വിളിച്ചതോ ഇവിടെ നിന്ന് അങ്ങോട്ട് വിളിച്ചതെന്ന് ചോദിക്കും. അവൾ ഇങ്ങോട്ട് വിളിച്ചാണെങ്കിലോ? അവൾ ഇങ്ങോട്ട് വിളിച്ചാണെന്നുണ്ടെങ്കിൽ അവൾ തന്തയില്ലായ്മ എന്ന് പറയും. ഞാനിവിടുന്ന് അങ്ങോട്ട് വിളിച്ചാണെങ്കിലോ നിൻ്റെ അല്പത്തരമൊന്നും പറയണം എന്ന് പറഞ്ഞു. അതിനെന്താ കുഴപ്പം എന്ന് ചോദിച്ചു. എന്നാൽ ശരി സമ്മതിച്ച്, ഞാൻ അങ്ങോട്ട് വിളിച്ചതിന്. ഞാനിപ്പോൾ വിലയില്ലാത്തവനാണ്, താഴ്ന്ന് ഇപ്പോൾ അവളുടെ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും സെയിമാണ്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയും. അങ്ങനെ ചായ കൊടുത്തിട്ട് നിനക്ക് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലടാ, നാണം കെട്ടവനെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട് കമല. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് മാമച്ചായൻ്റെ വീടിനും മാമച്ചായനും ഗ്രേസാമ്മയും പറമ്പിൽ പണിയൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു കാറ് വരുന്നുണ്ട്. അതിൽ ഇറങ്ങി വരുന്ന ആൾക്കാരെ കണ്ടപ്പോൾ അവർ വലിയ സന്തോഷമാവുന്നുണ്ട്. അവർ ഹായൊക്കെ കൊടുത്ത്. അത് ശരിക്കും ടോണി മാമച്ചായൻ്റെ അനിയനും മോനും ഭാര്യയാണ് വന്നത്. ആ പയ്യനെ ഹോസ്റ്റലിൽ നിർത്താനും പഠിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇനി വന്നേ. അതിനുശേഷം അവർ അകത്തേക്ക് പോകും. അകത്ത് ചെന്നപ്പോൾ രേവതിക്കുട്ടി ജ്യൂസൊക്കെ ആയിട്ട് വരുമ്പോൾ അതിന് രേവതിക്കുട്ടിനെ വലിയ ഇഷ്ടപ്പെടുന്നില്ല. നീ അവിടെ കുന്തം പോലെ നിൽക്കാണ്ട് ജ്യൂസ് അവിടെ വയ്ക്കുമെന്ന് പറയും. ഇവളെ നിങ്ങളെന്തിൻ്റെ തലയിൽ കയറ്റി വെച്ചേക്കണേന്ന് ചോദിക്കും. ഞങ്ങൾ അവളെ തലയിലൊന്നും കയറ്റി വെച്ചിട്ടില്ലല്ലോ എന്ന് പറയും. ഇല്ലെന്ന് ആരെ പറഞ്ഞാൽ? ഗ്രേസ് ചേച്ചിനെ ഫോൺ വിളിക്കുമ്പോൾ ഇവളൊന്ന് ഫോൺ എടുക്കണേന്ന് പറഞ്ഞില്ല. ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടാണ് വേണം, പറഞ്ഞിട്ടൊക്കെ വേണം ഫോൺ കൊടുക്കാമെന്നൊക്കെ ആലിസ് ചേച്ചി പറഞ്ഞല്ലോ എന്ന് പറയും. അത് ഞാൻ ആ ഫോൺ ഉപയോഗിക്കാറില്ല, ഞാനത് ഇവളേനെ ഏൽപ്പിച്ചേക്കണ്, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കണേന്ന് പറയും. അതെന്താ നിങ്ങൾക്ക് ആ ഒരു ഫോൺ കൈ പിടിക്കാനുള്ള ആരോഗ്യം ഇല്ലേ എന്നൊക്കെ ചോദിക്കും. എനിക്ക് ഭയങ്കര മറവിന്, ഞാൻ അളമാരിയിൽ ഫ്രിഡ്ജിൽ വരെ ഫോൺ വെച്ച് മറക്കുന്നുണ്ട്, അതുകൊണ്ടാണെന്ന് പറയും. അല്ല ഞാനൊന്നും പറയുന്നില്ല എന്നൊക്കെ പറയും. അതിനുശേഷം വീണ്ടും രേവതിക്കുട്ടീനെ ഒരുപാട് കുറ്റമൊക്കെ പറയുന്നുണ്ട്. കുറ്റം പറയുന്നത് മാത്രമല്ല, രേവതിക്കുട്ടി സ്വർണ്ണവും പണവും മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് അടിച്ചു മാറ്റി പോയാൽ അവൾക്ക് വല്ല വീടുണ്ടോ നാടുണ്ടോ എന്നൊക്കെ ചോദിക്കിന്. രേവതിക്കുട്ടിയോടും ചോദിക്കുന്നുണ്ട്. നിൻ്റെ പേര് ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി എന്ന് പറയുമ്പോൾ നീ വലിയ ഉള്ളോടത്തെ പോലെ ഉണ്ടല്ലോടി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് രേവതിക്കുട്ടിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം പിന്നീട് സണ്ണി എന്നാണ് പറയുന്ന ആൾ ഭക്ഷണമൊക്കെ കഴിച്ച് റൂമിലേക്ക് ചെല്ലുന്നു. തീരെ എര വിഴുങ്ങിയ പോലെ ആവുന്നുണ്ട്. അപ്പം മോൻ ചോദിക്കുന്നുണ്ട്, റോണി ചോദിക്കുന്നുണ്ട്, എന്താ പപ്പ ഒരുപാട് ഭക്ഷണം കഴിച്ചല്ലോ, നല്ലോണം തട്ടുണ്ടായല്ലോ, ചിക്കനും മട്ടനൊക്കെ. ആടാ ദോഷം പറയരുതല്ലോ, നല്ല ഭക്ഷണമായിരുന്നു എന്ന് പറയും. അങ്ങനെ ഫാനൊക്കെ കൂട്ടിയിടാൻ പറയും. ആ സമയത്ത് ഭാര്യയും വരുന്നുണ്ട്. പിന്നെ ഒരു 3 പേരും കൂടെ സംസാരിക്കുന്നു. അപ്പോൾ അവരോട് അവിടെ വിശ്രമിക്കാൻ പറഞ്ഞ് ഗ്രേസാമ്മ പോകും. അപ്പോൾ ഗ്രേസാമ്മ ചോദിക്കുന്നുണ്ട് ഭക്ഷണം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. ആലീസ് മാത്രം, പക്ഷെ മറ്റുള്ളവരൊക്കെ നല്ല ഭക്ഷണമെന്ന് പറയും. അതിനുശേഷം പിന്നീട് അവർ വാതിലടച്ചിട്ടിരുന്ന് ചർച്ച ചെയ്യണി രേവതിക്കുട്ടിനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞയക്കണം, എന്നിട്ട് അവർ 2 മക്കളെയും കൂടി ഇവിടെ കൊണ്ട് നിർത്തണം. അങ്ങനെ ചേട്ടൻ്റെ സ്വത്തുക്കളൊക്കെ തങ്ങൾക്ക് പിടിച്ചെടുക്കണം. എന്തായാലും അല്ലേ, മറ്റേ കന്യാസ്ത്രീ എന്തായാലും വരാൻ പോകണില്ല, അവൾക്ക് സ്വത്തൊന്നും വേണ്ട. എന്തായാലും ബാക്കി സ്വത്തുക്കളൊക്കെ നിങ്ങൾ തന്നെ മേടിച്ചെടുക്കുക, എങ്ങനെയെങ്കിലും എഴുതി മേടിക്കണം. പോകുമ്പോൾ നമുക്കത് പറഞ്ഞിട്ട് വേണം പോകാൻ. നമുക്ക് റോണിനെ ഇവിടെ നിർത്താമെന്ന് പറഞ്ഞാൽ റോണിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലായിരുന്നു. പിന്നെ പോക്കറ്റ് മണിയും കിട്ടും, വണ്ടിയുണ്ട്, നല്ല ഇറച്ചിയും മീനും ഭക്ഷണവും അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ റോണിക്ക് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം പോകാൻ നേരത്ത് അപ്പോൾ ഗ്രേസമ്മ ചോദിക്കേണ്ട ഒരു ദിവസം കൊണ്ട് നിന്നിട്ട് പോയാൽ പോരെയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, മോൾ അവിടെ ഒറ്റയ്ക്കല്ലേ, ഇപ്പം പോയാലേ വൈകുന്നേരം അങ്ങോട്ട് എത്തുള്ളൂ, പിന്നെ നിങ്ങൾ പറയാൻ വന്ന കാര്യം പറയുന്നെന്ന് പറയും. അങ്ങനെ എന്താണെന്ന് ചോദിക്കും. എന്തൊരു ചർച്ച? അതെ കൂടുതലൊന്നും അല്ല എന്ന് പറയും. ഇവിടെ റോണിനെ എന്തായാലും ഇവിടെ പഠിപ്പിക്കണമല്ലോ,
അവിടെ നിന്ന് വീട്ടിലേക്ക് പോയി വരാൻ ഭയങ്കര ദൂരം എന്ന് പറയും. അപ്പോൾ എന്തായാലും ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചാൽ പോരെ എന്ന് ചോദിക്കും ഗ്രേസ് അമ്മ. ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഹോസ്റ്റലിൽ 5ഉം 6ഉം പേരൊക്കെ ഇല്ലേ, അതൊന്നും ശരിയാവില്ല എന്ന്. അവനെ ഇവിടെ നിന്നിട്ട് പഠിച്ചാലോ എന്ന് ചോദിക്കും. അപ്പോൾ ഗ്രേസ് അമ്മയ്ക്കും മാമച്ചായനും അത് ഇഷ്ടപ്പെടില്ല. എന്തായാലും ഇവിടെ ഒരു ജോലിക്കാരനില്ലേ, അവൻ അങ്ങോട്ട് പറഞ്ഞയച്ചേക്ക്, ഇവൻ നോക്കിക്കോളും ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയും. കാർ ഓടിക്കാനും മറ്റൊക്കെ ഇവനറിയാലോ എന്ന് പറയും. അപ്പോൾ ഗ്രേസ് അമ്മ ചോദിക്കും, ജോസൂട്ടിനെ പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവൻ പട്ടീനെ കുളിപ്പിക്കുമോ, പട്ടീനെ കാട്ടെടുക്കുമോ, പണിക്കാർക്ക് ഭക്ഷണം സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുമോ, പണിക്കാരെ കാര്യങ്ങൾ നോക്കുമോ, ഞങ്ങൾക്ക് പോകേണ്ടടത്തേക്കൊക്കെ ഇവനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിക്കും. അതൊന്നും അവനെ കൊണ്ട് പറ്റില്ല എന്ന് പറയും. അപ്പം അതെന്ന് പറഞ്ഞതെന്ന് പറയും. അതെന്തായാലും സാരമില്ല, നിങ്ങളെന്തായാലും ഇവനിവിടെ നിർത്തി പഠിപ്പിക്കാൻ പറയും. അതെ ഇവിടെ ഒരു പെൺകുട്ടിയുള്ള കാര്യം നിങ്ങൾ മറന്നോ എന്ന് പറഞ്ഞപ്പോൾ അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞു തരുന്നത്. അവളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞയക്കാൻ നോക്ക്. ഇവിടെ എത്ര സ്വർണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ളതിന് അവൾ എവിടത്തേന് ഏതാണെന്ന് പോലും അറിയില്ല. അവൾ ഇതെല്ലാം കൊണ്ട് ഒരു ദിവസം മുങ്ങിയാൽ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കും. അങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഒരുപാട് കുറ്റങ്ങളൊക്കെ പറയുന്നു നമ്മുടെ രേവതിക്കുട്ടിനെ കുറിച്ച്. അപ്പോൾ രേവതിക്കുട്ടിക്ക് എനിക്ക് വല്ലാത്ത വിഷമാവുന്നുണ്ട്. രേവതിക്കുട്ടി നമ്മുടെ അലീനനെ വിളിച്ച് വിഷമമൊക്കെ പറയുന്നുണ്ട്. അലീനോട് ഫോൺ ഓഫ് ചെയ്ത് വെക്കരുത്, എപ്പോൾ വിളിച്ചാലും എടുക്കണം, നമുക്ക് ചോദിക്കാനും പറയാനും ആളില്ലാത്തതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. സാരില്ല മോളെ, എനിക്ക് എന്നെ കുറച്ച് നീ പേടിക്കേണ്ടെന്ന് പറയും. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ചേച്ചിക്ക് വേറെ ജോലി അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും അങ്കിളിനോട് പറയട്ടെ എന്ന് നോക്കിയപ്പോൾ അതൊന്നും വേണ്ട, നീ സമാധാനമായിട്ടിരുന്നാൽ മതി, നിൻ്റെ കാര്യങ്ങൾ മാത്രം നീ നോക്കിയാൽ മതി എന്ന് പറയും. അങ്ങനെ പറയും. അങ്ങനെ രേവതിക്കുട്ടീനെ സമാധാനിപ്പിക്കുന്നുണ്ട് അലീന. പിന്നീട് ഗ്രേസ് അമ്മയും മാമച്ചായനൊക്കെ അവർക്ക് ടാറ്റ കൊടുക്കണം, കാരണം എങ്ങനെയെങ്കിലും അവരവിടുന്ന് പോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ രേവതിക്കുട്ടിയും വല്ലാത്ത വിഷമത്തോടെ നിൽക്കുന്നതോടെ അടുത്ത എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.